ഹലോ കൂട്ടുകാരെ, അപ്പം നമുക്കിന്നൊന്ന് എറണാകുളം വരെ ഒന്ന് പോയാലോ? അപ്പോൾ ദാ വരുന്ന വണ്ടിയാണ് നമ്മുടെ വണ്ടി. ഇത് വെയിറ്റിംഗ് ആണ്. ഒന്ന് സ്ലോ ആകുമ്പം തന്നെ ചാടി കയറിക്കണം, അല്ലെങ്കിൽ എന്ത് പറ്റും, നിൽക്കാനുള്ള സ്പോട്ട് പോലും കിട്ടത്തില്ല. ഞെരുങ്ങി നമുക്ക് പൊട്ടിച്ച് കളയും. അവസാനം ഞാൻ ചാടി നേരത്തെ കയറിയത് കൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഡോറിൻ്റെ സൈഡ് തന്നെ കിട്ടി. അവിടെ ഞാൻ പിടിച്ച് നിന്ന് വേറെ എവിടെയെങ്കിലും ആണ് പൊട്ടിപ്പോത്തിയുള്ള അമങ്ങി. പിന്നെ ഇത് നമ്മുടെ പണ്ടത്തെ ട്രെയിൻ പോകുന്നതൊക്കെയാണ്. ഇത് എവിടെയാണെന്നറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പോട്ട് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് മനോഹരമായ കാഴ്ചകളും കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് നമുക്ക് മനോഹരമായി തന്നെ എറണാകുളത്തേക്ക് എത്തിച്ചേരാം. അപ്പോൾ നമ്മുടെ കോട്ടയം സ്റ്റേഷനിൽ കുറച്ച് നേരം പോലും ട്രെയിൻ നിർത്തിയില്ല. ഒരു 5 മിനിറ്റ് പോലും നിർത്തിയില്ല എന്നുള്ളതാണ് സത്യം. കാര്യം വലിയ ആൾക്കാരും വലിയ തിരക്കൊന്നുമില്ല. പിന്നെ നമ്മൾ വണ്ടി വിട്ടു. അവിടെ നിന്ന് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റും. ഒരു കാര്യം ഞാൻ ചിന്തിച്ചപ്പോഴാണ് ശരിയായത്. വേറൊന്നുമല്ല, വീട്ടിലിരിക്കുകയാണെങ്കിൽ ഈ കാണുന്ന മനോഹരമായ കാഴ്ചകളൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമുക്ക് പോകാൻ പറ്റുന്ന ദൂരമാണെങ്കിൽ പോയി തീർക്കുക. വെറുതെ ഈ ഫാൻ്റെ ചവിട്ടിയിരുന്ന ഗെയിം കളിച്ചൊരു ദിവസം ഫുള്ള് തീർക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ എനിക്ക് കിട്ടിയൊരു ദിവസം ഞാൻ നേരെ ഇറങ്ങി എറണാകുളത്തേക്കൊരു യാത്ര. പോകുന്ന കാര്യവും നടക്കും, വീട്ടിലിരുന്ന് കളയേണ്ട സമയം പ്രകൃതി രമണീയമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം. ഈ കാണുന്ന കാഴ്ചകൾ എനിക്ക് ഒരിക്കലും വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കിട്ടാനും പോകുന്നില്ല. ദിവസം കഴിയും തോറും നമ്മുടെ ആശയങ്ങളും വിനിമയങ്ങളും കൂടി വരികയാണ്. അത് കാണണം, ഇത് കാണണം, മറ്റേ കാണണം. പക്ഷേ പോകാൻ പറ്റുന്നിടത്ത് പോവുക, കാണാൻ പറ്റുന്നിടത്ത് കാണുക. ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ യാത്രകളിൽ കൂടെയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാനും ആസ്വദിക്കാനും ഒക്കെ കഴിയുന്നത്. ഈ ഫ്ലാറ്റൊക്കെ കാണുന്നുണ്ട്. ഏകദേശം നമ്മൾ എറണാകുളം സൈഡെത്തിയെന്ന് എനിക്ക് ബോധമായി. വേറൊന്നുമല്ല, സ്പീഡിൽ പോയി കിട്ടും. നമ്മുടെ ട്രെയിൻ പെട്ടെന്ന് തന്നെ സ്ലോ ആയി തുടങ്ങി. പിന്നെ നമ്മുടെ ട്രെയിൻ പതിയെ നീങ്ങി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ എറണാകുളം സ്റ്റേഷൻ ഏകദേശം അടുക്കാറായി. അതിൻ്റെയാണ് ഇങ്ങനെ കുണുങ്ങിയുള്ള പോക്ക്. ലാസ്റ്റ് നമ്മൾ നമ്മുടെ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കാര്യം ട്രെയിൻ നേരത്തെ പോയ സ്പീഡിനെക്കാട്ടി വീണ്ടും സ്പീഡ് സ്ലോ ആയി. ലാസ്റ്റ് നമ്മൾ എറണാകുളത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കാര്യം ഞാൻ ഈ ട്രെയിനിൽ തൂങ്ങിപ്പിടിച്ചിരുന്ന അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ കാണിച്ചു തരാം. ഇത് ഇറങ്ങിയവരും കയറുന്നവരുമാണ് കേട്ടോ. ഈ ട്രെയിനിലാണ് ഇറങ്ങി നിന്നവരും കയറുന്നവരുമാണ്. ഇതിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ഏകദേശം ഒരു ശ്വാസം നേരെ വീണത്. അടിപൊളിയായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. തിരക്കതുപോലെയായിരുന്നു. അപ്പോൾ വെളിയിറങ്ങിയപ്പോഴാണ് നടുവൊക്കെ ഒന്ന് നിർത്തി ഒന്ന് ശ്വാസം നേരെ വേണം. പിന്നെ ഓട്ടോ നോക്കിയപ്പോഴത്തേനും ഓട്ടോ എങ്ങുമില്ല, ഫുൾ ഓട്ടം. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ബാഗും മുറുക്കി നേരെ ഒരു നടപ്പ ബസ് കയറിപ്പോവാൻ. അപ്പോൾ അന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു റോഡിൽ. അപ്പോഴത്തേനും നമ്മൾ നടക്കുവാണ്. വേറൊന്നുമല്ല, ഒരു മഴയൊക്കെ പെയ്തിൽ ജസ്റ്റ് ഒരു കടയുടെ വാതിക്കെ കയറിയിരുന്ന് മഴയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തോർന്നപ്പം വീണ്ടും ഇറങ്ങി ബസ് പിടിച്ചാലേ നമുക്ക് എത്തേണ്ട എത്തത്തുള്ളൂ. അപ്പോൾ നേരെ നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ടൊരു നടപ്പായിരുന്നു. കുറച്ചധികം നടക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നു. നമ്മൾ ബസ് നോക്കി നിന്നപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ നമ്മുടെ ബസ് കറക്റ്റ് സമയത്തിൽ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ബസ്സിൽ കയറി. അവിടുന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി പിന്നെ ഒരു ഓട്ടോയും കൂടെ പിടിച്ചാലേ നമുക്ക് പോകേണ്ടടുത്ത് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഓട്ടോയും പിടിച്ച് നേരെ നമ്മൾ നമ്മുടെ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നു. നമുക്ക് വേണ്ട സാധനത്തിൻ്റെ എല്ലാ പേപ്പറുകളും കിട്ടിയിട്ടുണ്ട്. അവസാനം ആ സന്തോഷം ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി നേരെ മറൈൻ ഡ്രൈവിലും കൂടെ കയറി. കാര്യം ട്രെയിൻ ലേറ്റാണ്. അപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ നേരെ മറൈൻ ഡ്രൈവിലൊക്കെ വന്നു. അങ്ങനെ മറൈൻ ഡ്രൈവൊക്കെ ഒന്ന് ചുറ്റി നടന്ന് ഞാൻ കണ്ടു. എന്നാലും അടിപൊളിയാണ് സംഭവം, വെറി ലെവലിൽ തന്നെ. എൻ്റെ എപ്പോഴത്തെ വീഡിയോയിലും പറയുന്ന കൂട്ട് തന്നെ. കാര്യം ഞാൻ അന്നത്തെ ദിവസം അവിടെ വലിയ തിരക്കില്ലായിരുന്നു. സാധാരണ ഇവിടെ കഴിഞ്ഞ വട്ടമൊക്കെ വന്നപ്പോഴത്തേനും ഭയങ്കര തിരക്കായിരുന്നു. കാര്യം ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോഴത്തേനും അന്ന് വലിയ കുഴപ്പമില്ല. വീക്കെൻഡിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ തന്നെ അധികം. ഒരുപാട് വ്ളോഗർമാർ അത് ഇത് എല്ലാവരും ഉണ്ട്. പക്ഷെ ഇന്ന് ശോകമാണ്. ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് വണ്ടി വിട്ട് നേരെ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ. എറണാകുളത്ത് അവിടെ വന്നപ്പോഴാണ് 8 മണിക്ക് ട്രെയിനുള്ളു. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. ലാസ്റ്റ് ഒരു ബിരിയാണിയൊക്കെ പറഞ്ഞ് വിശന്ന് പോയി. പിന്നെ ഒരു ബിരിയാണിയൊക്കെ നമ്മൾ കഴിച്ച് നേരെ സ്റ്റേഷനിൽ വന്ന് കാത്തിരുന്നു. നേരം വളരെ ഇരുട്ടി. അപ്പോഴും ട്രെയിൻ വന്നില്ല. പിന്നെ ഒരു 8:30 ആയപ്പോൾ നമ്മുടെ ട്രെയിൻ അങ്ങോന്ന് ലൈറ്റും തെളിയിച്ച് വരുന്നുണ്ട്. പിന്നെ ട്രെയിൻ കണ്ടപ്പോഴാണ് മനസ്സിനൊരു ആശ്വാസം. അല്ലാതെ അവിടെ നിന്ന് മുഴുവൻ കൊതുകടിയും കൊണ്ട് ഒരു പരുവായി. ലാസ്റ്റ് ട്രെയിനേ കയറി വണ്ടി എടുത്തപ്പോഴത്തേനും
ഭയങ്കര തിരക്ക്. ആദ്യം തന്നെ കയറിയത് കൊണ്ട് നമുക്ക് സീറ്റും കിട്ടി. അങ്ങനെ നമ്മൾ കൈയൊക്കെ കെട്ടി നേരെ കാലും കെട്ടി ഇരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോഴത്തേനും കയറി എത്ര ആൾക്കാരില്ല, കുറേ ആൾക്കാരൊക്കെ അങ്ങ് ഇറങ്ങുകയും ചെയ്തു. എന്തായാലും അടിപൊളി. ലാസ്റ്റ് ട്രെയിനിലെങ്ങും ആരുമില്ലായിരുന്നു. 2-3 പേരും ഞാനും പിന്നെ കുറേ ചേച്ചിമാരൊക്കെ മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ഹരിപ്പാട് സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. നമ്മുടെ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മൾ നേരെ ഡോറിൻ്റെ പക്കത്ത് മാറി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞു, മുന്നേ മാറിയിക്കല്ലെങ്കിൽ ഫോണ് കാറ്റത്ത് പറന്നു പോകുന്നു. ഞാൻ എന്ത് ചെയ്ത് ഒന്നും മൈൻഡാക്കിയില്ല. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തു. വേറെ ഒന്നുമല്ല, നമ്മൾ നമ്മുടെ കണ്ടന്റ് എടുക്കാനല്ല ഇത്രയും മെനക്കെട്ടത് തന്നെ. ലാസ്റ്റ് ട്രെയിനിൽ 4-5 പേര് മാത്രം. കാര്യം എല്ലാവരും അവിടെ ഇറങ്ങുമായിരുന്നു. അവസാനത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമുക്ക് തിരിച്ച് നമ്മൾ റിട്ടേൺ എത്തേണ്ട സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്തു. നിൽക്കേണ്ടി വന്നില്ല, അലയേണ്ടി വന്നില്ല. കറക്റ്റ് നമുക്ക് സീറ്റും കിട്ടി. എന്തിന് കാല് വരെ കയറ്റി ഇരിക്കാനുള്ള അവസ്ഥ ഉണ്ടായി. കാര്യം ആരും ഇല്ലായിരുന്നു ട്രെയിനിൽ, രാത്രി ആയതുകൊണ്ടേ. അപ്പോഴത്തേനും നമ്മൾ നേരെ ഇനി ഈ പാലം കയറി അപ്പുറത്തിറങ്ങിയിട്ട് വേണം നമുക്ക് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോകാൻ. അപ്പോൾ ഈ പാലം കയറി നടക്കുന്ന അവസ്ഥ. കാര്യം ക്ഷീണിച്ച് വലഞ്ഞു വരുന്നവരുടെ ഒരു അവസ്ഥയാണ് ഈ പാലം കയറി അപ്പുറത്തിറങ്ങേണ്ടത്. അങ്ങനെ നമ്മൾ നേരെ ഈ പാലം കയറി അപ്പുറത്തിറങ്ങി അപ്പോഴും വലിയ തിരക്കില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.